ഹലോ ഗൈസ്, ഞാൻ അഞ്ജിത്ത് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് 9 അൺബോക്സിംഗ് ആൻഡ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ ആണ്, കാരണം ആദ്യത്തെ ഹീലിയോ G85 പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ, ആൻഡ് അത് മാത്രമല്ല ദി ഓൺലി ഫോൺ. സോ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് പോകാം. ബിഫോർ ദാറ്റ് എൻ്റെ ചാനൽ ഇതിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക, കാരണം കുറേ ടെക് റിലേറ്റഡ് കണ്ടന്റ്സ് ഓൺ ദ വേ ആണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നോർമൽ റെഡ്മി സ്മാർട്ട് ഫോൺസ് എല്ലാം നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഒരു കേസ്, ആൻഡ് ഈ ഒരു കേസിൻ്റെ ഉള്ളിലാണ് നമുക്ക് സിം ഇൻജെക്ടർ പിന്നെ കിട്ടുക. ഓൾസോ നമുക്ക് ആ ഒരു കേസിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് കിട്ടും, സ്മാർട്ട് ഫോണിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടും. പിന്നെ ഒരു TPU കേസ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്, ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ഒരു ഡീസൻറ്റ് TPU കേസാണ്. നോർമലി ഇത്ര ക്വാളിറ്റിയുള്ള TPU കേസസ് ഒന്നും റെഡ്മിയുടെ ഒപ്പം നമുക്ക് കിട്ടാറില്ല, ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് എനിവേ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ കാണാൻ സാധിക്കും, ആൻഡ് തൽക്കാലം ഇപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. ഒരു USB Type-C കേബിൾ, അറ്റ് ലാസ്റ്റ് ഒരു 22.5 വാട്ടിൻ്റെ ചാർജറും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്ക് വരാം. ആൻഡ് ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് റെഡ്മി നോട്ട് 9 പ്രോ ആൻഡ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ ഡിസൈനാണ്. സെയിം ഡിസൈനാണ്, ബട്ട് ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, ആൻഡ് 9 പ്രോ ആൻഡ് 9 പ്രോ മാക്സിൻ്റെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ആണ്. സോ ഓൺലി ദാറ്റ് ഡിഫറൻസ്. ആൻഡ് ഇതിൻ്റെ ക്യാമറ ബമ്പും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ഗ്ലോസി എഫക്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് ഫീല് കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, ബട്ട് പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഒരു ഇൻ ഹാൻഡ് ഫീല് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് വൈഡാണ്, ബട്ട് ഓക്കെ. ആൻഡ് ഓൾസോ ഇതിൻ്റെ വെയിറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ 200 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് ശരിക്കും പറയുകയാണെങ്കിൽ, ബട്ട് എനിക്ക് അത്രയ്ക്കൊന്നും വെയിറ്റ് തോന്നണില്ല. ഒരു 180-185 ഗ്രാം ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹെവി ഫോണായിട്ട് തോന്നണില്ല. ഒരു പ്ലാസ്റ്റിക് ഫോണായിട്ടും ഒരു പ്ലാസ്റ്റിക് ബാക്കായിട്ടും കൂടി നമുക്കൊരു 200 ഗ്രാമാണ്. വെൽ ബാലൻസ്ഡ് 200 ഗ്രാം ഫോണാണിത്, മേ ബി, അറിയില്ല. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണി ബോഡി ഡിസൈനാണ്. അറ്റ് ദ എഡ്ജസ് നമുക്ക് ഇവിടെ കേർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് ഒക്കെയാണ് കിട്ടുക. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് പോകാം. അറ്റ് ദ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കും സ്പീക്കർ, USB Type-C പോർട്ട്, ഒരു മൈക്രോഫോൺ, ഒരു 3.5 mm ജാക്ക്, ആൻഡ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണാം ഒരു സിം കാർഡ് ട്രേ. അറ്റ് ദ ടോപ്പ് നമുക്കൊരു IR ബ്ലാസ്റ്റർ കാണാൻ സാധിക്കും. ആൻഡ് ഈ ഒരു IR ബ്ലാസ്റ്റർ വെച്ചിട്ടാണ് നമുക്ക് മീൻസ് നിങ്ങൾക്ക് അറിയുണ്ടാവും, ഒരു നമുക്ക് TV, റിസീവർ, AC കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വെച്ചിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ അറ്റ് ദ ടോപ്പ് നമുക്ക് ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ കാണാൻ പറ്റും. ആൻഡ് അറ്റ് ദ റൈറ്റ് സൈഡ് നമുക്ക് വോളിയം റോക്കേഴ്സ് ആൻഡ് പവർ ബട്ടൺ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ സിം കാർഡ് സ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ടാണ്. അതായത് നമുക്ക് 3 സ്ലോട്ട്സ് കിട്ടും. അതായത് വേണമെങ്കിൽ നമുക്ക് ഇതിന് 2 സിം കാർഡും ആൻഡ് എ മൈക്രോ SD കാർഡ് അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ്സ് ഗുഡ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഇതിൻ്റെ എക്സ്റ്റേണൽ ആസ്തറ്റിക് വൈസുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ബൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളൊക്കെ, OS പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആൻഡ് നമുക്കിത് ബൂട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ, നിങ്ങൾക്ക് എൻ്റെ അൺബോക്സിങ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഇഷ്ടമായില്ലെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഇരുന്ന് കാണാം, ബട്ട് നിങ്ങൾ
കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ജസ്റ്റ് ഒരു കമൻ്റ് എങ്കിലും ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു 6.53 ഇഞ്ച് ഫുൾ HD പ്ലസ് IPS ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് പ്രത്യേകിച്ച് ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടണില്ല. ആൻഡ് ഒരു ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറ്റ് ദ സൈഡ് എഡ്ജസിൽ ആൻഡ് ഓൾസോ ഫ്രം ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ബെസൽസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ബട്ട് ഇതൊരു വലിയൊരു ബെസലൊന്നുമല്ല, ബട്ട് ഒരു ആവറേജ് ലെവൽ ബെസൽസ് ആണ് നമുക്ക് കിട്ടുക. ആൻഡ് എൻ്റെ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നത് ഒരു 90% നമുക്ക് സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഇത് അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടൊന്നുമില്ല, ബട്ട് കാണുമ്പോൾ തോന്നുന്നതാണ്. ഇനി നമുക്കിതിന് മെയിൻ ആയിട്ടുള്ള ഓയിസിൻ്റെ കാര്യത്തേക്ക് നമുക്ക് വരാം. ആൻഡ് ഓയിസ് നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയത് ഇതിൽ ബാൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടോയെന്നാണ്. ആൻഡ് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കണ്ടു ക്ലീൻ മാസ്റ്റർ അവിടെ കിടക്കുന്നുണ്ട് ആൻഡ് ഓൾസോ മീ കമ്മ്യൂണിറ്റി. ആൻഡ് ഇതൊക്കെ ബാൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ബട്ട് ഓൾസോ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്കൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ട്. ആൻഡ് ഷവോമി പറയുന്നത് ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം നമുക്ക് ഈ ക്ലീൻ മാസ്റ്ററും അതേപോലെ ബാൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ അവർ റിമൂവ് ചെയ്ത് കളയുന്നതാണ്. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, മേ ബി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്സൊക്കെ അവർ റിമൂവ് ചെയ്ത് കളയും. ആൻഡ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഇതിൽ കിട്ടുന്നത് MIUI 11 ആണ്. ഒരു ആൻഡ്രോയിഡ് 10 വേർഷനാണ്, ഒരു കറസ്പോണ്ടിങ് ആൻഡ്രോയിഡ് 10 വേർഷനാണ് നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഒരു Redmi Note 9 നമുക്ക് കിട്ടുക. ആൻഡ് ഓൾസോ കുറേ ബ്ലോട്ട്വെയർസ് ഇതിൽ വന്ന് കിടക്കുന്നുണ്ട്. പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് വേണമെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കും. ആൻഡ് വൈ ആ ഒരു ബ്ലോട്ട്വെയർസ് കാര്യങ്ങളൊന്നും അറിയില്ല. നോർമലി റെഡ്മി അങ്ങനെ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊന്നും ഇടാറില്ല, ബട്ട് ഇവിടെ എനിക്ക് കുറച്ച് ഗെയിംസ് കാണാൻ സാധിച്ചു. ആൻഡ് MIUI OSൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അഡ്വർടൈസ്മെൻറ്റ്സിൽ ഒരു കുറവുമില്ല. നമ്മൾ ഏത് ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ മാനുവലി അതൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സെറ്റിങ്സിൽ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമുക്ക് സെറ്റിങ്സിൽ അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ബട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അൺബ്ലോക്ക് ആവും, നമുക്ക് വീണ്ടും അഡ്വർടൈസ്മെൻറ്റ്സ് വന്നുകൊണ്ട് നമുക്ക് സോ നത്തിങ് നമുക്ക് വലുതായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അഡ്വർടൈസ്മെൻറ്റ്സ് വന്നുകൊണ്ട് തന്നെ ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഇതിൻ്റെ വോയിസ് കാര്യങ്ങളൊക്കെ. ആൻഡ് നോർമലി ഉള്ള MIUI ആണ്. ആൻഡ് MIUI 12 വരാനുള്ള ചാൻസ് ഉണ്ട്. MIUI 12 ഇപ്പോൾ ലോഞ്ച് ആയി കഴിഞ്ഞു. ആൻഡ് Redmi Note 9 വരും എന്ന് ഒരു ന്യൂസ് ഉണ്ട്. ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി നൈസ് കാരണം MIUI 12 നല്ല കുറേ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. ഇനി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇത് ഞാൻ തുടക്കം പറഞ്ഞ പോലെ Helio G85 പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ സ്മാർട്ട് ഫോണാണ്. ആൻഡ് ഇതൊരു ഗെയിമിംഗ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ്. ബട്ട് ഇത് ഒരു ഹൈ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു മിഡ് റേഞ്ച് പ്രോസസ്സറാണ്. സോ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമേ നമുക്കിതിന് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4GB 128GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റും കൂടിയുണ്ട് 4GB 64GB. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഹയസ്റ്റ് വേരിയൻ്റ് ഉണ്ട് 6GB 128GB. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5020 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. ആൻഡ് ഓൾസോ 22.5 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് കിട്ടുക. ബട്ട് ഓൾസോ ഇതിൻ്റെ കുറച്ച് വേറെ റിവ്യൂസും കാര്യങ്ങളും കണ്ടു. നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് 22.5 വാട്ട് ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വാട്ടാണ്. 18 വാട്ട് മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യൂ. നമ്മളിപ്പോൾ എത്ര വലിയ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വലിച്ചെടുക്കുക 18 വാട്ട് മാത്രമേ ഉള്ളൂ. സോ എന്തിനാണ് 22.5 വാട്ട് ഇവർ ബോക്സിൽ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ LPDDR4 റാമാണ്. ആൻഡ് ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ eMMC 5.1 ആണ്. ആൻഡ് ഇതാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാരണം ഒരു 10,000 വരെ ബഡ്ജറ്റുള്ള സ്മാർട്ട് ഫോൺസിലൊക്കെ eMMC 5.1 കുറച്ച് ഡൗൺ ഗ്രേഡ് തന്നെയാണ്. ഒരു UFS 2.1 ടൈപ്പ് എങ്കിലും ഇതിൽ യൂസ് ചെയ്യണമായിരുന്നു. ഇനി ഇതിൻ്റെ സെൻസസിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൽ എല്ലാ തരത്തിലുള്ള സെൻസസും നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ റെഡ്മിയുടെ സ്വന്തം സ്പെഷ്യലായിട്ടുള്ള IR പ്ലാസ്റ്റർ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൻ്റെ ബാക്കിലാണ്. ആൻഡ് എനിക്ക് ഇതിൻ്റെ കുറച്ച് ഒരു ഡിസ്കംഫേർട്ട് തോന്നിയത് ഇത് കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കിടക്കുന്നത്. ആൻഡ് ഓൾസോ ടോപ്പിലാണ്. സോ നോർമലി ഇന്ത്യനെക്കാട്ടും പൊസിഷനിങ് എനിക്ക് ഇതിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നി. റൈറ്റ് നൗ നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഫേസ് അൺലോക്കും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അൺലോക്കും എല്ലാ രീതിയിലും നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും നല്ല രീതിയിൽ തന്നെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ഫാസ്റ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു അത്യാവശ്യം നല്ലൊരു ലെവലിലാണ് നമുക്കതിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിന് മൾട്ടിമീഡിയ സെക്ഷനിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ പറയുന്നത് ഒരു ഫുൾ HD+ IPS ഡിസ്പ്ലേ ആണ്. എന്നാലും കൂടി നല്ല രീതിയിലൊരു ബ്രൈറ്റ്നസ്സും അതേപോലെ നല്ല കളർ സാച്ചുറേഷൻ, നല്ലൊരു കളർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഓഡിയോ അറ്റ് ദ ബോട്ടം നമുക്കൊരു മോണോ സ്പീക്കറാണ് കിട്ടുക. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ലൗഡ്. നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് വരാം. ക്യാമറ സെറ്റപ്പിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ഇതിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാപിക്സലിലെ സാംസങ് സെൻസറാണ് കിട്ടുന്നത്. സെക്കൻഡറി സെൻസർ എന്ന് പറയുന്നത് 8 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ക്യാമറയാണ് വിത്ത് 118 ഡിഗ്രി FOV. ഓൾസോ നമുക്ക് ഇതിൽ 2 മെഗാപിക്സലിലെ മാക്രോ ക്യാമറയും ഓൾസോ 2 മെഗാപിക്സലിലെ ഡെപ്ത് സെൻസറും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് വരുമ്പോൾ 30 മെഗാപിക്സൽ സെൻസറാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഇൻബിൽഡ് ക്യാമറ ആപ്പിൽ തന്നെ നമുക്ക് കുറേ തരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ പ്രോ മോഡിൽ നമുക്ക് സെൻസേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ നമുക്ക് കിട്ടും. ഞാൻ ക്യാപ്ചർ ചെയ്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസ് ഇനി ഞാൻ കാണിച്ചു തരാം. നോർമൽ ലൈറ്റിംഗ് കണ്ടീഷൻ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. കളർ ഗ്രേഡിയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു കളർ ഗ്രേഡിയൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഡേ ലൈറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. പോർട്രേറ്റ് ഷോട്ട്സിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ബട്ട് സംടൈംസ് ഷാർപ്പനിങ്ങിൻ്റെ കുറച്ച് കുറവ് നമുക്ക് കാണാൻ സാധിക്കും. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് കുറച്ചൊരു ആവറേജ് ലെവൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. കുറച്ച് നോയ്സ് കൂടുതലാണ്, എന്നാലും കൂടി നമുക്ക് മോശമില്ലാത്ത രീതിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. നൈറ്റ് മോഡിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരാം. പെർഫോമൻസ് ആണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ ഹീലിയോ G85 പ്രോസസ്സറാണ്. ഒരു ഡീസൻറ്റ് മിഡ് റേഞ്ച് പ്രോസസ്സറാണ്. വലിയൊരു ഹൈ ലെവൽ പെർഫോമൻസ് ഒന്നും നമ്മളിതിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡീസൻറ്റ് ലെവൽ, ഒരു കുഴപ്പമില്ല, ഒരു ആവറേജ് ലെവൽ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഗെയിമിങ് ഞാൻ ഇതിൽ ചെയ്തു നോക്കി. PUBG ഞാൻ ഇതിൽ കളിച്ചു നോക്കി. ഓൾമോസ്റ്റ് ഒരു 1 hour ഞാൻ ഇതിൽ കളിച്ചു നോക്കി. സോ എനിക്ക് കുറച്ച് ഫ്രെയിം ഡ്രോപ്സ് കാര്യങ്ങളൊക്കെ കിട്ടി. ഇതിലൊരു സ്മൂത്ത് അൾട്രാ സെറ്റിങ്സിലും ഇതിൽ HD ഹൈ സെറ്റിങ്സിലും നമുക്ക് കളിക്കാൻ സാധിക്കും. സോ എനിക്ക് കുറച്ച് കുറച്ചൊക്കെ അവിടെയൊക്കെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റിയുള്ളൂ. കുറേ ഫ്രെയിം ഡ്രോപ്സ് കിട്ടി. സോ ഓക്കേയിഷ് ടൈപ്പ് ഒരു പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയത്. എന്നാലും കൂടി കുഴപ്പമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. ആൻഡ് എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ് 4GB 128GB വേരിയൻ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രൈസ് ഇപ്പോൾ എന്ന് പറയുന്നത് 13,500 ആണ് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ആമസോണിലൊക്കെ. സോ ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ മീൻസ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ അത്രയ്ക്ക് ഇമ്പ്രസ്ഡ് ഒന്നല്ല. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാളും നല്ല പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോൺസ് വേറെ കുറേ ഉണ്ട്. എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഒരു അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ബട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടും. ആൻഡ് ഹീലിയോ G85 പ്രോസസ്സറിൻ്റെ ഒരു ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. കാരണം ഹീലിയോ G80 പ്രോസസ്സർ നമുക്ക് ഇതിന് മുന്നേ കിട്ടുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് വെച്ച് നോക്കുമ്പോൾ വെറും ഒരു 30-50 പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഒരു വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിന്ന് കിട്ടണില്ല. ആൻഡ് ഇതിൻ്റെ നല്ല കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഗെയിമിംഗ് പെർഫോം ഞാൻ 1 മണിക്കൂർ PUBG കളിച്ചു. ആൻഡ് 1 മണിക്കൂറിൽ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. അത്യാവശ്യം നമുക്കൊരു 1.5 ദിവസം നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ഹെവി യൂസ് ആണെങ്കിലും നമുക്കൊരു 1 day സിമ്പിളായിട്ട് കടന്നു പോകാൻ സാധിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് നോക്കുമ്പോൾ എനിക്കൊരു ഓക്കേയിഷ് ടൈപ്പാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു 10,000 ഒരു 9,000 10,000 റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ എന്ന് നല്ലൊരു സ്മാർട്ട് ഫോണാണ്. ബട്ട് ഒരു 13,000 നോക്കുമ്പോൾ ഹീലിയോ G90T പ്രോസസ്സർ ഇറങ്ങുന്ന ഫോൺസ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറിൽ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. സോ അവിടെയൊക്കെ ഇതിന് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായം. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് അൺബോക്സിങ് ആൻഡ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഓൺ Redmi Note 9. ആൻഡ് ഓക്കേയിഷ് ഫോണാണ്. വലിയൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് കിട്ടിയില്ല അതിൻ്റെ പെർഫോമൻസിൽ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ. എൻ്റെ ചാനൽ കുറേ ടെക് റിലേറ്റഡ് കണ്ടൻറ്റ്സ് ഓൺ ദ വേ ആണ്. ആൻഡ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്.